എപ്പോഴെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി ആവാനൊരു സാധ്യതയോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്? എന്തായിരിക്കും ഉണ്ട്? എനിക്കുള്ളൊരു ആഗ്രഹം പറ. നമ്മൾ അത് ഞാൻ നടത്തി തരാൻ പറ്റും. ഹോട്ടലുകളിൽ വൃത്തി വേണം. അപ്പൊ മുഖ്യമന്ത്രി ഹോട്ടലുകളിൽ ഇറങ്ങി പരിശോധന നടത്തണം. സാറെന്താ ഇവിടെ? നന്നായിരുന്നടാ. ഓ, അപ്പൊ മലർവാടിയിലേക്കും നിനക്ക് കിട്ടിയത് ഞാൻ സംവിധാനത്തിലേക്ക്. അടുത്ത പടം അങ്ങ് ചെയ്താലോ? ഹിറ്റ്. സർവമായി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് നിവിൻ രാത്രി ഒരു മെസ്സേജ്, നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടല്ലേ. അതായത് ഒരു കാര്യം തന്നെ ഒരു 7 രീതിയിൽ അഭിനയിച്ച് കാണിക്കാം. നമ്മളൊക്കെ ഒരെണ്ണം വെച്ച് സൈഡിലിരിക്കണം, ജീവൻ ഇച്ചിരി ഓവറാവുന്നത്. എന്തോ അന്ന് എന്നോട് ചിരിച്ച് പുള്ളിക്കാരിയൊക്കെ സംസാരിച്ചു കേട്ടോ, വാടകയൊക്കെ തന്നു. അപ്പൊ കട്ട്ലറ്റ് അല്ലേ? കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെന്തെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. പയ്യെ ഇമ്പ്രൂവ് ആവുമായിരിക്കും. ക്വാളിറ്റിയിലാണ് പടം എടുക്കാൻ വേണ്ടി സാറ് ശ്രമിച്ചിട്ടുള്ളത്. വലിയ ക്യാൻവാസിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ പിന്നെ നമസ്കാരം. 10 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഇടയിൽ ഒന്നിച്ചു, പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം ഇടയിൽ ഒരു ഞണ്ടുകളുടെ നാട്ടിലിടവേള, അതിനുശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ് പ്രതിച്ഛായയുമായി. ഷറഫുദ്ദീൻ, ശ്രീനിവാസ് പോളി. സാറെന്താ ഇവിടെ? നന്നായിരുന്നടാ. അല്ല, നിങ്ങൾ ഈ സിനിമയിലുണ്ടോ? ഞാനില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കും? ഉണ്ണി സാറ് പറഞ്ഞു വെറുതെ കാണാൻ വരാൻ. ഉണ്ണിസാറിന്റെ കൂടെ ഇരിക്കണം. അല്ല, ഇതല്ലേ രസം ഫ്രെയിമില്. ഇതാകുമ്പോൾ രസം വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അതെ, വെറുതെ വർത്താനം പറയാൻ. അതെ. സാറ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ ഈ സിനിമയിൽ? അല്ലല്ല, ഞാൻ വിളിച്ചേയില്ല. ഈ ജോഷി സാർ ഉണ്ണി സാർ ഒരു പടത്തിൽ വിളിച്ചു, എന്നെ പറഞ്ഞു വിട്ടു. ആ കഥ പിന്നെ പറയാം. ഓക്കെ. ഇവിടെ ഇപ്പൊ പ്രസക്തിയൊന്നും ഇല്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ കാണുക. എന്താണ് പ്രതിച്ഛായ? അങ്ങനെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ ഇമേജ് അല്ലേ? ഇമേജ്. അത്തരത്തിൽ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള 2 ആൾക്കാരാണോ? എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയാണ്? ആൾക്കാർ ചോദിച്ച ആളോട് മാറിപ്പോയി. എനിക്ക് അങ്ങനെയല്ലല്ലോ. അതെ അതെ, നമുക്ക് എന്തു ആവാം. അപ്പൊ ഈ പ്രതിച്ഛായ ഈ സമയം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഏപ്രിൽ 9 ഇലക്ഷനാണ്. അപ്പൊ ഈ ഇത് റിലീസൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണോ? അല്ലല്ല, അങ്ങനെയല്ല. ഇതൊരു ആക്ച്വലി ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് മാത്രമാണെന്നുള്ളൂ. പിന്നെ റിലീസ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം സാറ് തീരുമാനിച്ചത്. റെലവന്റ് ആണ് ഈ സമയത്ത്. ഇപ്പൊ റെലവന്റ് ആണ്. നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിച്ചോണ്ട്. അതെ അതെ അതെ, അതും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അല്ലേ നമ്മൾ ഏതാണ് രാഷ്ട്രീയ മൊത്തത്തിൽ താല്പര്യമുള്ള ഒരു വിഷയമാണ്. നല്ല പൊതുവായിട്ട് ഞാൻ രാഷ്ട്രീയം വീക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഉണ്ണിയേട്ടൻ ഈ കഥ പറയും, ഉണ്ണിയേട്ടൻ അത്യാവശ്യം രാഷ്ട്രീയ വീക്ഷണവും കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണ്. ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഒരു സിനിമ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ണിയേട്ടൻ, എനിക്ക് തോന്നുന്നു ഉണ്ണിയേട്ടൻ എന്താണെങ്കിലും അത്തരം കരുത്ത് സ്റ്റാൻഡുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കഥ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നിങ്ങളടുത്ത് വന്നതാണോ? നിങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് വന്നതാണോ, അതോ അറിവില്ലാത്തത് കൊണ്ട് 2 പേരെ വെച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഉപയോഗിച്ചതാണ്? അല്ലല്ല, അങ്ങനെ ഞാൻ ചോദിച്ചത് ഒന്നും അറിയാത്ത ചില മണ്ടന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഞാനത് കുറച്ച് പോളിഷ് ചെയ്ത് ചോദിച്ചതാ. അത് കുറച്ച് പോളിഷ്ഡ് ആയിരുന്നു, അതിന് ബെറ്റർ ആയിരുന്നു. ഇതിൽ ഏത് കാറ്റഗറിയിലാണ്? ഫസ്റ്റ് കാറ്റഗറി? ഫസ്റ്റ് കാറ്റഗറിയിലല്ല. അല്ല, പക്ഷെ രണ്ടാമത്തെ കാറ്റഗറി ആണെന്ന് പറയാനും പറ്റില്ല. നിങ്ങൾക്കൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല. സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് സാറ് വിളിച്ചിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ചോദിച്ചിട്ടല്ല കഥ പറഞ്ഞത്. ഈ സിനിമയ്ക്ക് അതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് അങ്ങനെ ഒരു നയം വ്യക്തമാക്കൽ പരിപാടിയല്ല. ഇതൊരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സിനിമയാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതില് ഈ സീരിയസ് ആയിട്ടോ നമ്മൾ ഇമേജിനെ കുറിച്ച്, പ്രതിച്ഛായെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ പ്രതിച്ഛായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ശരിക്കും ഏറ്റവും കൂടുതൽ അത് വരുന്നത് പൊളിറ്റീഷ്യൻസ്, പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിലുള്ളവർ സിനിമാ നടന്മാർ അല്ലെങ്കിൽ സിനിമയിലുള്ളവർ, പിന്നെ ഇപ്പോൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പ്രതിച്ഛായ. ഇമേജ് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇമേജ് നന്നായിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. കോട്ടം തട്ടാറുണ്ടല്ലോ ഇതിന്. അപ്പൊ ഇങ്ങനെ കോട്ടം തട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ കോട്ടം മുമ്പ് തട്ടിയിരുന്നല്ലോ, നമ്മൾ പുറത്തിറങ്ങിയല്ലോ. അതെ. അപ്പൊ അങ്ങനെ കോട്ടം തട്ടുന്ന കേസിൽ നമ്മൾ മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, കുടുംബങ്ങളുണ്ട്. എല്ലാം സത്യമാണെന്ന് വരാൻ പറ്റില്ല. ചില സത്യമായിരിക്കും, സത്യമല്ലാത്ത ഉണ്ടാവും.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുടുംബങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും. മനസ്സിലായി. അപ്പൊ ഇതിലൊരു ഇമോഷണൽ ആ സ്പേസ് സ്പേസും അത് കുറച്ചും കൂടി കാര്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു സിനിമയാണ് അത്. ഇവിടെ ഒരു പറഞ്ഞു കേട്ടു അളിയൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ഇതിലെ ഫാദർ സൺ ഇക്വേഷൻ ഭയങ്കര വർക്ക് ഇഷ്ടം തോന്നി. അതിനെ കുറിച്ച് എന്തെങ്കിലും? അതാണ് അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് അത് ഭയങ്കര രസകരമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അച്ഛന് വേണ്ടി മകനും മകനെ വേണ്ടി അച്ഛനും നിൽക്കുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു ഇമോഷണൽ സ്റ്റോറി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ രാഷ്ട്രീയമാണ് ബാക്ക്ഡ്രോപ്പ് എങ്കിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കുടുംബം ഉണ്ടല്ലോ. അതാണ് അവർ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ടാവും, കേസ് ഉണ്ടാവും, അലിഗേഷൻസ് ഉണ്ടാവും. ഇതിൽ ഇവർ മാത്രമല്ല അത് അനുഭവിക്കണം, അവരുടെ ഫാമിലി, മക്കൾ, ഭാര്യമാർ, അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിൾ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ആണെങ്കിലും ഇത് ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാം അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിനിമയല്ല. എല്ലാ പൊളിറ്റീഷ്യൻസിനും ഒരു ഫാമിലി ഉണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ പറഞ്ഞു പോകുന്നത്. ഉണ്ണിസാർ ഈ സിനിമ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉണ്ണിസാർ ഈ സിനിമ ഇങ്ങനെ കണ്ടത് ഇങ്ങനത്തെ ഒരു സിനിമയെ അതല്ല, സാറിന്റെ രാഷ്ട്രീയമായിട്ട് സാറിന്റെ പൊളിറ്റിക്സ് നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്ന കാരണം കൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ സാർ ഈ സിനിമ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയ്ക്ക് ട്രൈ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ മാത്രം ഒരു സിനിമ അതാണ് നിങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ആശയമല്ല അദ്ദേഹം ഈ ഫിലിമിന് ഇത് ചെയ്തേക്കുന്നത്. പുള്ളിക്കൊരു പ്ലോട്ട് ഇത് പറയേണ്ട കഥയാണ് എന്ന് തോന്നിയിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങള് വളരെ ഇതായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഇതിലൊരു വിഷയം സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, അത് തന്നെയാണ് ഓൺലൈനിലാണെങ്കിൽ അല്ലാതെ ഈ സിനിമയെ കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡ പടമാണ് ഉണ്ണിസാറിന്റെ എന്നുള്ളത്. ഉണ്ണിസാർ ആയതുകൊണ്ട് ഇത് പ്രൊപ്പഗാൻഡ ആയിട്ട് വരില്ല. അതാ അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ആണോ അല്ലയോ? പ്രൊപ്പഗണ്ട എന്ന് വിളിക്കുന്നത് എപ്പോഴും ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ക്രൗഡിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാലോ. എന്തിനും പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാലോ. ഒരു സത്യത്തിൽ അല്ലേ, അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൊപ്പഗണ്ട എന്ന് നാളെ വിളിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ണിസാർ ഇത് ചെയ്യുന്നിടത്ത് അതിനുള്ള സാധ്യത തോന്നില്ല, കുറവാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സിനിമയുടെ ഒരു കഥയും വെച്ചിട്ട് ഒരിക്കലും അത് വേറെ രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട്? ഉണ്ട്. അല്ല, എനിക്ക് രാഷ്ട്രീയം ഉണ്ട്. ഞാൻ ന്യൂട്രലാണ്. ഞാൻ അതിലധികം ശ്രദ്ധ കൊടുക്കാത്ത ആളാണ് രാഷ്ട്രീയപരമായിട്ട്. പൊളിറ്റിക്കൽ അല്ല, പൊളിറ്റിക്സിൽ അങ്ങനെ ഭയങ്കരമായി ശ്രദ്ധ കൊടുക്കാറില്ല. കക്ഷി രാഷ്ട്രീയമാണ് നിവിൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നടന്മാർക്ക് രാഷ്ട്രീയം തുറന്നു പറയുന്നതിൽ ആക്ച്വലി എന്തെങ്കിലും പേടിയുണ്ടോ? അല്ല, അതിലും കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം നമ്മൾ ഓരോ ക്യാരക്ടറൊക്കെ ആയിട്ട് സിനിമയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക, നമ്മളുടെ സിനിമകളോട് നമ്മളൊരു പ്രത്യേക കാറ്റഗറിയിൽ നിർത്താതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളും കൂടി അറിഞ്ഞു വെച്ച് മാനേജ് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബേസിക് ആഗ്രഹമാണ്. അതൊരു ബേസിക് കാര്യമാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇപ്പം സോ കോൾഡ് ഒരു എ പാർട്ടിയിൽ താങ്കൾ അധിഷ്ഠിതമായി അതിലൊരു ചായ്വ് കാണിച്ചാൽ ബാക്കി ബി സി ഡി ഒക്കെ താങ്കളെ വെറുക്കും, നമുക്കൊരു അൺഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടന്റെ ഡിമാൻഡ് കുറയുന്ന പോലെ നടന്റെ നടിമാർക്ക് പണ്ട് ഇപ്പോഴും നടന്മാരെ കുറിച്ച് ചിന്തയാണല്ലേ. നടിമാര് പലരും, വിവാഹിതരായിട്ടുള്ള പലരും കല്യാണം കഴിക്കാത്ത തന്നെ പ്രധാന കാരണം അവരുടെ മാർക്കറ്റ് കുറഞ്ഞു പോകും എന്നുള്ള പേടിച്ചിന്തയുള്ള പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഭയങ്കര ഇപ്പോഴും. അപ്പൊ നിങ്ങൾ ഈ കറന്റ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സിനാരിയും ഒക്കെ ആയിട്ട് കൃത്യമായ ഒരു അപ്ഡേഷൻ ഉള്ള ആൾക്കാരാണ്. ന്യൂട്രൽ അങ്ങനെയല്ല, രാഷ്ട്രീയം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടാവാറുണ്ട് എന്തൊരു കാര്യത്തിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കുന്ന ആള് ഷറഫാണ്. ഗോബൂസിലെ കാലഘട്ടത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ സജീവ ചർച്ചകൾ ഉണ്ടാവും. വളരെ താത്വികമായിട്ട് കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വരെ കൃത്യമായിട്ട് പുള്ളി പഠിച്ചു വെച്ചിരിക്കും. അതെ, കുറച്ചു മുമ്പ് നമ്മൾ ചായ പിടിച്ചപ്പോൾ ലിബിയ വരെ പോയി. ലിബിയയിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ആൾക്കാർ, എല്ലാ കാര്യം പുള്ളിക്ക് അറിയാം. സന്ദേശ സിനിമയിൽ അച്ഛൻ പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയപ്പോഴാണ് ആരാ നിങ്ങൾ രണ്ടും? ഞാൻ നിവിനോ? ഗോബൂസിൽ അത് കണ്ടുകൂട്ടിയത് കൃത്യമായ ഓർമ്മയില്ല. ഒരു സങ്കട കഥയാണ് എന്റെ. അതറിയില്ലേ ഇതിനെ മാറ്റി എന്നെ റീപ്ലേസ് ചെയ്ത് വന്ന ഒന്നുമില്ല. മോസിൻ അന്നൊരു ചെറിയ കഥ എഴുതി. ആ കഥ ചെറിയ ഡയറക്ടർ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടു. ആ ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൽഫോൺസ് ചെന്നൈയിൽ നിന്ന് ചെറിയ ബ്രേക്കിംഗ് വന്നു. കഥ കേട്ടു. അപ്പൊ അൽഫോൺസ് മൂസിനോട് ചോദിച്ചു, അല്ല അതിൽ മൂസിന്റെ അവസരം ഇത് പോയില്ലോ, ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സംഗതി രാജമൗലി ഏറ്റെടുത്ത പോലെയാണല്ലോ. അൽഫോൺസ് ഏറ്റെടുത്തു. അപ്പൊ തന്നെ കിച്ചു ഇങ്ങനെ തിരിഞ്ഞിട്ട് നീ പോയിട്ടാ നീ ഞാൻ പോയിട്ട്. അപ്പൊ അൽഫോൺസ് ആരെങ്കിലും വേറെ ചെന്നൈയിൽ നിന്ന് ആരെങ്കിലും ഇറക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും. അപ്പോഴാണ് ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു, ആരാണ് അവനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരു സിനിമ വന്നു. അപ്പൊ ഇതിലൊരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉണ്ട്, അത് നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റവൻ വന്നത്, സിജു വിൽസൺ. അതും പോയി. പിന്നെ എന്താ പറയാ, അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ കണ്ട് പിന്നെ എല്ലാ ദിവസവും വരുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും കോളേജ് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നടക്കുന്ന കോളേജ് കഴിഞ്ഞിട്ടാണോ അതോ? അതെ, ഇത് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിവിനപ്പൊ പക്ഷെ അതിലെ ആ ഷോർട്ട് ഫിലിമിന് വേണ്ടി എടുത്ത ഫോട്ടോസാണ് വിനീതിന് അയച്ചു കൊടുത്തിട്ട് അതിലാണ് മലർവാടി കിട്ടുന്നത്. ആണല്ലേ? അതിനു വേണ്ടി എടുത്ത ഫോട്ടോ. വിഷമം കൂടി അല്ല അങ്ങനെ അതല്ല. ഓ, അപ്പൊ മലർവാടിയിലേക്കും നിനക്ക് കിട്ടിയത് ഞാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ നിവിന്റെ ഒരു കാര്യം ഞാൻ ഒരു നമ്മളിപ്പം ഭയങ്കര ഈ ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് കാശ്, കാരണം രാജമൗലിയാണല്ലോ കയറിയേക്കുന്നത്, അപ്പോൾ കുറച്ച് ഫണ്ട് അധികം വേണമല്ലോ. അപ്പോൾ ഇതിന് പ്രൊഡക്ഷനും പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക, ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആരാ വരാൻ ചാൻസ് എന്നൊക്കെ അന്വേഷിച്ച് നടക്കും. ഇവന് ഇതുപോലെ എങ്ങോട്ട് പോകാമെന്ന് നമ്മുടെ അടുത്ത് തലേ ദിവസം ഞാൻ ഒരാളെ കാണാൻ പോകുന്നുണ്ട്, പോയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് സിനിമയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ഇനി കുറച്ച് കാലം എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് പുള്ളി ഇതുപോലെ വന്നിട്ട് കടവിലേക്ക് ഇങ്ങനെ പുഴയിലേക്ക് നോക്കുന്നുണ്ട്. ഞാനൊരാളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പറയും, പുള്ളി നമുക്ക് ഇത്ര കാശ് ഓഫർ ചെയ്തു. ഷോർട്ട് ഫിലിമിന് അത്ര കാശൊന്നും ഇല്ലടാ, അത്രയൊന്നും വേണ്ട, നമുക്ക് ഇത്ര കാശ് കിട്ടിയ നമുക്കിത് സിനിമയാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും നിവിൻ പറയുന്ന ഒരു കാര്യം, നിവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അന്ന് തോന്നിയിരിക്കുന്ന കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു സിനിമ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇപ്പൊ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കാതിരുന്ന നേരത്ത് പുള്ളി പോയിട്ടൊരു ഒരാളെ കണ്ട് ഒരു പ്രൊഡക്ഷനൊക്കെ ഒപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഈ നിനക്ക് മനസ്സിലായി, സലീം തന്നെയല്ലേ? അതെ അതെ, സലീം എന്നാണ് അതിന്റെ പേര്. ഇപ്പോൾ നിവിന്റെ പേര് നിവിൻ സലീം എന്നാണ് കിടക്കുന്നത് എന്റെ ഫോൺ. അതെ, സത്യമായിട്ട് ആ ഷോർട്ട് ഫിലിമിന്റെ പേര് മനസ്സിലായി. ഈ സിനിമയിൽ ഇന്ന് ട്രെയിലർ കണ്ടപ്പോ ഈ സിനിമയിൽ ഫസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വെച്ചുകഴിഞ്ഞാൽ നെഹ്റുവും AKG ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നില്ല. ആക്ച്വലി വാട്ട് ഡസ് സക്സസ് മീൻ ടു യു? ഞാൻ ആദ്യം സിനിമയിലേക്ക് വന്നപ്പോൾ വിചാരിച്ചേ, നമ്മള് സിനിമയിൽ ഭയങ്കര അറിയപ്പെടുന്നൊരു നടനായി കഴിഞ്ഞാൽ സക്സസ് എന്നുള്ളത് ചിന്തിച്ചു. പിന്നെ കരുതി നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ബാക്ക് ഡ്രോപ്പ് വരുമ്പോഴാണ് സക്സസ് എന്നുള്ളത് ചിന്തിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നത് ഇതെല്ലാത്തിനേക്കാൾ ഉപരിയാണ് സന്തോഷവും സമാധാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാശ് വന്നതുകൊണ്ട് ഫേമസ് ആയതുകൊണ്ട് കാശ് വന്നുകൊണ്ട് ഫേമസ് ആയതുകൊണ്ട് ആവാം. അതെ അതെ, അതും പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫി പറയുമ്പോ മിനിമം കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് വേണം പറയാൻ. അല്ലേ, അങ്ങനെ ആവില്ല, അതുകൊണ്ടല്ലേ. അപ്പൊ ഈ സമാധാനം, ഈ പൈസയും ഇതൊക്കെ ഇപ്പൊ വന്നതുകൊണ്ട് അല്ലല്ല, അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തേടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സന്തോഷത്തിനും സമാധാനത്തിനാണെന്ന് എനിക്ക് തോന്നിയത്, മനസ്സിലാക്കുന്നത്. സക്സസ്ഫുൾ ആണ് ഇപ്പൊ. അപ്പൊ ഇപ്പൊ ഒരു സിനിമയുടെ വിജയോ പരാജയോ അങ്ങനെ എഫക്ട് ചെയ്യാറില്ല, ആ രീതിയിൽ ഇൻസെക്യൂർഡ് അല്ല. അത് ഈ അടുത്ത് എവിടെ ഞാൻ അടുത്തിരുന്ന് പറയുന്നത്, ആ സിനിമ ഓടിയിലേക്ക് ഓടിയില്ല. മുമ്പ് ഭയങ്കര ടെൻഷനാണല്ലോ, ഓരോ പടം എന്തോ ഓടും ഇല്ല എത്ര, അത് കട്ടായി. ചോദിച്ചു വാങ്ങിച്ച വേഷമെന്ന് കേട്ടു. പ്രതിനായകൻ എന്ന് പറഞ്ഞ് കിട്ടിയ പരിപാടിയാണ്. അതല്ല, ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങള് പ്രേമത്തിൽ ചെയ്യുമ്പോ, പ്രേമത്തിലെ ജോർജും ഇതും ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരുമ്പോ ഗിരിരാജൻ കോഴിയും വർഷങ്ങൾക്ക് ശേഷം ഇതില് ജോൺ രവി മാധവൻ മറന്നോ പെട്ടെന്ന് എന്തൊരു നമുക്ക്. എനിക്ക് പെട്ടെന്ന് ഇവര് ഓർമ്മ വന്ന്, ഇവര് ഈ ടെറസില് നിവിനാണ് സ്റ്റെപ്പിലിരിക്കുന്നു, ടെറസിലോട്ടൊരു ഏണിയില് ഷറഫ് മറ്റേ ക്യാരക്ടർ പറയുക, ഞണ്ടുകളില് ആ മഴയത്തൂടെ നടന്നു പോയി ആ മേരിക്കുട്ടിയുടെ കൈയും പിടിച്ചു വരുമ്പോ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പൻ ചത്തുന്ന്. എനിക്കതാണ് പ്രേമത്തെക്കാളും അർത്ഥമുണ്ട്. എന്ത് തോന്നുന്നു, സ്വന്തം കാര്യം നോക്കാനല്ലേ പറഞ്ഞത്.
അതല്ല അതിന്റെ ഉള്ളിലെ അർത്ഥം സ്വന്തം കാര്യം നോക്കണമെന്ന് പറഞ്ഞു. അതെ, പ്രേമം ടു പ്രതിച്ഛായ എന്താണ് ആസ് ആക്ടേഴ്സ് ആസ് ആക്ടർ ഇവോൾവ് ആയതിന്റെ ഒരു ജേണി. ഓ അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഉണ്ണിസാറിന്റെ അടുത്ത് ഈ ക്യാരക്ടർ ചോദിച്ചപ്പോ എനിക്ക് നിവിന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ട് കുറെ നാളായി, അപ്പോൾ തീർച്ചയായും ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ഉണ്ണിസാറ് നിവിനെ വെച്ച് സിനിമ ചെയ്യുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു ഈ സിനിമയിൽ നിവിന്റെ കൂടെ പറ്റിയ ക്യാരക്ടർ ഉണ്ടോ ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഞാൻ പ്രതിനായകൻ ചോദിച്ചതല്ല, പക്ഷെ പറഞ്ഞ പോലെ അല്ല ഇപ്പം സാധാരണ ഇപ്പം ഷർഫും ലീഡ് റോളുകളാണ് കൂടുതലും ചെയ്യുന്നത്. കോമഡി റോളുകൾ അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ താല്പര്യം പിന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളിലും ലീഡ് റോൾസ് അല്ല ചെയ്യുന്നത്. അല്ല എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ പെറ്റ് ഡിറ്റക്റ്റീവും ഇതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്. മധുര മനോഹര മോഹം ഇപ്പം അല്ല അതിന്റെ ഇടയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലെവൽ ക്രൂസ് പോലെ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇറങ്ങാനുള്ള സിനിമകളിലെല്ലാം ക്യാരക്ടർ റോൾസ് ആണ്. മോളിവുഡ് ടൈംസ്, പിന്നെ മെഡിക്കൽ മിറക്കിൾ, ജയറാമേട്ടന്റെ സിനിമയിൽ അങ്ങനെയെല്ലാം ചെയ്യുന്നു. ഈ വരുത്തൻ വന്നപ്പോ ഉണ്ടായ ഒരു ജോസി അല്ലെ, ജോസി എനിക്ക് തോന്നുന്നു പ്രേതവും അല്ലെ, പ്രേതത്തില് ഫണ്ണി ക്യാരക്ടർ. അതെ, അപ്പൊ അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണോ എന്ന് വെച്ചാൽ ഒരു 2 പടം ഹ്യൂമർ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു സീരിയസ്? ഇല്ല, അങ്ങനത്തെ പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, സിനിമ വരില്ല. പക്ഷെ ഈ വേറൊരു കാര്യമുണ്ട്, എനിക്ക് വരത്തം കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് വന്ന് ചെയ്ത പടം ജോണി എസ്സപ്പ. പക്ഷെ ആ ഒരു ഡാർക്ക് ഡോറാബുജി, ആ ഡാർക്ക് വേൾഡിൽ നിന്ന് ഒരു പെട്ടെന്ന് ഒരു എനിക്ക് ഭയങ്കര മാറ്റം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സിനിമ വന്ന് ചെയ്യുമ്പോൾ ഭയങ്കര സുഖം തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റേ സിനിമ പത്രോസിന്റെ പടപ്പുകൾ, അതുപോലെ ആർക്കറിയാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ചെയ്തു. കാരണം പണ്ട് ഞാൻ നിങ്ങളൊക്കെ ഇളകിയ ഒരു സിനിമ അല്ലേ? അത് ഞാൻ ലവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മളെ ലവ് ആക്ഷൻ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അതിലുള്ളൊരു ഏരിയയിൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അന്ന് തനിയൊരുവൻ ഇറങ്ങിയിട്ടുണ്ട്. തനിയൊരുവൻ ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, അരവിന്ദ് സ്വാമി എടാ ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇത്തരം ചിന്തകൾ ഇടക്കിടക്ക് മിന്നി മറിഞ്ഞു പോകുന്നതുകൊണ്ട് എത്രയോ മുഖങ്ങൾ കേറി ഇറങ്ങി കഥ. ഒരു ദിവസം പറഞ്ഞു നമുക്ക് വില്ലനായിട്ട്, അന്ന് കഥ പോലും ആയി വരുന്നൊക്കെ ഉള്ളു, വില്ലനായിട്ട് അരവിന്ദ് സ്വാമിനെ പിടിച്ചാലോ, ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് സ്വാമി പൊളിച്ചു എന്ന് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു ഹീറോ അരവിന്ദ് സ്വാമി പൊളിച്ചു എന്ന് പറയണോ നിങ്ങൾ പൊളിച്ചു എന്ന് പറയണോ? കാരണം വില്ലൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ താണുവോ? അരവിന്ദ് സ്വാമി വേണ്ട, കെട്ട്. അല്ല അത് രസമുള്ള കാര്യം ധ്യാൻ എന്നോട് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ട്. നിവിന് ലവ് ആക്ഷൻ ഡിസ്കഷന്റെ സമയത്ത് അതത് സമയങ്ങളിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സിനിമകൾ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ VIP 2 ട്രെയിലർ വന്നു. അപ്പം നിവിന് പറഞ്ഞ ധ്യാനെ വിളിച്ചു, കണ്ടോ നമ്മുടെ പടം ഇതുപോലെ ഇരിക്കണം. ആ പടം പക്ഷെ നന്നായില്ല. അപ്പൊ ധ്യാൻ ഇതേ ചോദിച്ചു, വേണ്ട. അത് കഴിഞ്ഞിട്ട് അരുവി ഇഷ്ടമായി. ഒന്ന് ഓർത്തേ, ലവ് ആക്ഷൻ ഒക്കെ അരുവി മൂടി പോന്ന്. അരുവി എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഭയങ്കര ഇഷ്ടമായി. അതിനിടയിൽ അല്ലു അർജുന്റെ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് 2019 അരുവി പറഞ്ഞു. അല്ലു അർജുന്റെ ഒരു ഡാൻസ് കണ്ടപ്പോ എനിക്കൊരു ഡാൻസ് വീഡിയോ വെച്ചിട്ട് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇതുപോലെ ഡാൻസ് എന്നോട് പറഞ്ഞു ഇതുപോലെ ഡാൻസ് വേണം. ഞാൻ മെസ്സേജ് അയച്ചു, ഇതുപോലെ ഡാൻസ് ചെയ്യണമെങ്കിൽ അല്ലു അർജുനെ തന്നെ വിളിക്കണം. അപ്പൊ ഞാൻ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതില് പ്രതിനായകൻ നായകന്റെ മുകളിലാവില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ഈ പ്രതിനായകനെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ അരവിന്ദ് സ്വാമിന്റെ കേസ് പറഞ്ഞല്ല കട്ട് ചെയ്ത് വിട്ടേക്കുന്നവർ? നിങ്ങൾക്കിടയിലുള്ള ഇതുണ്ടല്ലോ, പ്രതിനായകൻ ഒരു പടി മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അവസാനം. പക്ഷെ ഞാൻ പറയട്ടെ, പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ആക്ച്വലി വില്ലന്മാരൊക്കെ വർക്ക് ആവുന്നത് സ്ട്രോങ് ആയാലാണ് അത്. ആ ചിന്തയുണ്ടോ പഴയ അതൊക്കെ പോയിട്ടുണ്ട്. ഷറഫിന്റെ പരിപാടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണം, എന്നാലാണ്. ഞാനും ഇതിനെ നമ്മളത് കേട്ട് നമ്മൾ സംസാരിച്ചു, ഞാനത് തന്നെ പറഞ്ഞു. ഫൈറ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. സിനിമയുടെ ഒരു ഡയലോഗും പരിപാടിയൊക്കെ ആയിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ വിക്രം സിനിമയില് ഒരു 5 മിനിറ്റ് പോലും സൂര്യ വരുന്നില്ലല്ലോ. പക്ഷെ സൂര്യ സാർ മറ്റേ 5 മിനിറ്റ് വന്നിട്ട് ഒരുത്തന്റെ കഴുത്തർത്താണ് കളഞ്ഞത്. പക്ഷെ പുള്ളി ആ സിനിമനെ മൊത്തത്തിൽ അവിടെ നിന്ന് തൂക്കിയില്ല, മ്യൂസിക് അടക്കം. അപ്പൊ ഞാൻ പറഞ്ഞത് നെഗറ്റീവിനോട് ഇവിടെ നാട്ടിലൊരു പ്രതിനായകൻ ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഗില്ലി അതെ പ്രകാശ് രാജ് ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇല്ല ചിന്തകൾ നീ മാറുന്നുണ്ടോന്നോ? ഇല്ല. അതുപോലെ പ്രകാശ് രാജ് സിംഗത്തില് അൽഫോൺസ് പറഞ്ഞ ഓർമ്മയുണ്ട്, എപ്പ പ്രകാശ് രാജ് വന്ന് നിൽക്കുന്നു അപ്പൊ സിനിമ ചാർജ് ആവും. ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ഭയങ്കര അത്രയ്ക്കൊന്നും ഇല്ല, ഞാൻ പറഞ്ഞു പറയാം.
ഇതൊരു ഫാമിലി ഡ്രാമ ഒരു വേറെ villain ആരും സ്ഥാനം- ഒരു ചെറിയ വില്ലന്റെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മേനോൻ സാർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ത്രൂ ഔട്ട് റോള്. കൂടുതൽ കോമ്പിനേഷൻ അളിയൻ്റെ കൂടെ ഉണ്ട് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം സാർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഓരോ സീൻ ചെയ്യുമ്പോഴും പുള്ളി ഇടുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ, ഓരോ പോസ് ഉണ്ടല്ലോ, ഡയലോഗ് പറഞ്ഞ പോലെ ഡയലോഗിന് ഇടയിൽ ഇടുന്ന ചെറിയ ചെറിയ പോസിൽ ഇടുന്ന പുള്ളി റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കഥകൾ, പഴയ കഥകളും. ഇതിലൊരു പോസ്റ്റർ അച്ഛൻ ഇങ്ങനെ പടി ഇറങ്ങുന്ന സമയത്ത് ഇത് ഇത് തന്നെ അപ്പൊ ഇതിന്റെ ഒരു നല്ല ട്രെയിലറിന് മനസ്സിലാക്കി നല്ല കുറച്ച് poster. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതില് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്ത് മകൻ വരുന്നു എന്നൊക്കെ പറയണ പോലെ മുഖ്യമന്ത്രിയായിട്ട് അച്ഛൻ മുഖ്യമന്ത്രി കണ്ടപ്പോ തോന്നിയ കാര്യങ്ങളാണ്. അഥവാ ഇപ്പൊ മുതൽവനിലൊക്കെ ചോദിച്ച് മറ്റേ പ്രസ് മറ്റേ ചോദിച്ചു ഒരു നാൾ നിങ്ങൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, ഓൾറെഡി നമുക്ക് പ്ലാൻ ഉണ്ട്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ Discuss ചെയ്തു. പ്ലാനുകളെല്ലാം. നമ്മുടെ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ. സ്പോക്സ് പേഴ്സൺ നമ്മൾ ബാക്കിൽ അല്ലേ? ഫ്രണ്ടില് നമ്മളാണല്ലേ. അപ്പോ നമ്മൾ ഈ ബാക്കിൽ നിന്ന് എന്താണ് ഈ നാടിന് ഒരു മുഖ്യമന്ത്രി ആയാൽ എന്ത് മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് ചീട്ടളിച്ചാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ. ഇതിൽ എന്തായാലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവില്ലേ ഈ സിനിമയിൽ? ഈ സിനിമയിൽ കൂടുതൽ അങ്ങനെ രാഷ്ട്രീയം ഫോക്കസ് ചെയ്തിട്ടില്ല. ഇനി അഥവാ പുള്ളി അങ്ങനെ വന്നെങ്കിൽ കൂടി പുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി തന്നെയാണ്. അച്ഛന്റെ പ്രതിച്ഛായക്ക് വേണ്ടി അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മകന്റെ കഥയാണ്. എപ്പോഴെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി ആവാനൊരു സാധ്യതയോ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട്? എന്തായിരിക്കും പറയൂ, അറിയാൻ. അങ്ങനെയല്ല, മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരാഗ്രഹം ഉണ്ടെന്ന് പറയില്ല നമ്മള്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഈ നാട്ടിൽ, കാരണം കഴിഞ്ഞ നമ്മൾ സംസാരിച്ചു പറഞ്ഞു ഈ നാടാണ് ഏറ്റവും സുഖമുള്ള നാട്, അതെ, ജീവിക്കാൻ ഏറ്റവും, സത്യമായിട്ടും അതിന്റെ കുറച്ച് കാരണങ്ങൾ നമുക്ക് പറഞ്ഞു വന്നു. പക്ഷെ ഞങ്ങൾക്കത് തീരെ കൺവിൻസിംഗ് ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പോരാന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതെ, അത് തന്നെയാണ് കട്ട് ചെയ്യാൻ പറ്റില്ല. അതല്ല അപ്പൊ സാറേ അതല്ലേ പറയാ, കട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഇവിടെ മിസൈല് നമ്മൾ തിരിച്ചു പറഞ്ഞല്ല, നേരത്തെ കോൺവെർസേഷൻ. എന്തെങ്കിലും അങ്ങനെ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു? സിസ്റ്റത്തില് അങ്ങനെ ഞാൻ ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണോ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, കുറെ പാലം പണിയുക, കുറെ റോഡ് പണിയുക, അങ്ങനെയുള്ള അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബേസിക് എനിക്കുള്ളൊരു ആഗ്രഹം പറ, പറയാം. നമ്മൾ അത് ഞാൻ നടത്തി തരാൻ പറ്റും. ഹോട്ടലുകളിൽ വൃത്തി വേണം, ടേസ്റ്റ് ഉണ്ട്, ഭക്ഷണം കൊടുക്കണം, നിർബന്ധമാക്കണം. അല്ല അതൊരു കിച്ചൺ നല്ലതായിരിക്കും. അതല്ല, മാത്രമല്ല ടേസ്റ്റും. അപ്പൊ മുഖ്യമന്ത്രി ഹോട്ടലുകളിൽ ഇറങ്ങി പരിശോധന നടത്തണം. അതിന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ചിന്ത നമ്മളെ വീട്ടിൽ പ്രാക്ടിക്കലി ഇപ്പോഴും പറ്റില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ബാർസലോണയിലൊക്കെ നമ്മളുടെ ബാർസലോണ ഫുട്ബോൾ മാച്ച് അല്ലേ? അല്ല, അതൊരു സിറ്റിയുടെ പേര്. അണ്ടർഗ്രൗണ്ട് സ്വേജ് വാക്യൂം സ്വേജ് സിസ്റ്റം വന്നു, ചൈനയിൽ വെള്ളം വലിച്ചെടുക്കുന്ന റോഡുകള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വലിയ വലിയ, ഇപ്പൊ കേരളത്തില് എനിക്ക് തോന്നുന്നു ലോകത്തിലെ സോളാർ ഓപ്പറേറ്റഡ് എയർപോർട്ട് ലോകത്തിലെ ഫസ്റ്റ്. അങ്ങനെ നമുക്ക് എടുത്ത് എണ്ണി പറയാവുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എയർപോർട്ടുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ള നമ്മുടെ ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് കേരള ഇന്ത്യയില്. അങ്ങനെ എന്തെങ്കിലും ഗ്രൗണ്ട് ലെവൽ എന്നിട്ട് ഈ മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോ ഡെൻമാർക്കിനൊക്കെ ഉള്ള ആ സംഭവത്തിലാണ് ഇപ്പൊ നിവിൻ പറഞ്ഞൊക്കെ, അതാണ് കൂടേണ്ടത്. നമ്മളൊരു സ്റ്റേറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആൾക്കാരെല്ലാം സന്തോഷത്തിലായിരിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനു വേണ്ടിയല്ല പട്ടായ ട്രിപ്പോ മദ്യപിച്ചിരിക്കണം എന്നാണോ? മദ്യപിക്കുന്നവർക്ക് മദ്യം ആവശ്യത്തിന് കിട്ടണം. ഓക്കെ, അതങ്ങനെ കിട്ടിക്കോട്ടെ ഒരു സൈഡില്. അപ്പൊ അല്ലാതെ എന്താണോ ആൾക്കാരുടെ ആവശ്യം, ചിലപ്പോ ചിലവർക്ക് ഭക്ഷണം ആയിരിക്കുമല്ലോ പ്രശ്നം, അപ്പൊ അവർക്ക് അത് ആവശ്യത്തിന് കിട്ടണം. ട്രാവൽ ചെയ്യാൻ പോവാ, സേഫ് ആയിട്ടിരിക്കുക. 1 രൂപ ഇഡലി, 2 രൂപ ഇഡലി, എല്ലാവരും അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. പിന്നെ അതുപോലെ ബസ്സിലൊക്കെ അങ്ങനത്തെ എന്തോ ഇല്ലേ, ഏറ്റവും ഇതായിട്ടുള്ള ബസ്സിൽ ഭയങ്കര കാശ് കുറവോ, ഫ്രീ പുറത്തൊക്കെ പോയി നമുക്ക് ഒരു പാസ് എടുക്കാമല്ലോ അല്ലേ? അതെ. അല്ല ഞാൻ പറയാം, അങ്ങനെ ലിബിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ലിബിയയിലെല്ലാം അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നു. മറ്റേ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഗദ്ദാഫിനെ കൊല്ലുന്നതിന് മുന്നേ ഗദ്ദാഫി എല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ വെറുതെ കൊടുത്താലും കൊന്നുകളെന്ന് മനസ്സിലായില്ലേ? അത് പോരാന്ന് പറഞ്ഞിട്ടാ കൊന്നോളുന്നു. ഇച്ചിരി കൂടി വേണം. വേണം.
അപ്പൊ ഓവർ അപ്പൊ ഇവിടെ കംഫർട്ടും നമ്മളത് കൊടുത്താലും dangerous ആണ്. കൊടുക്കണം. ഇവിടെ അങ്ങനെ കൊടുത്താലും ഇപ്പോഴും കൊടുക്കുന്നില്ലല്ലോ. അതല്ല, ഓവർ കംഫർട്ട് നമ്മൾ പണി എടുക്കുന്നതിന് തത്തുല്യമായിട്ടേ കൊടുക്കാവൂ. അതെ 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 അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടുന്നതിന് ഒരു വില ഉണ്ടാവില്ല. അതെ അതെ. പക്ഷെ നമ്മൾ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കെന്താ എന്നിട്ട് നമ്മുടെ ധ്യാനം, അതിന് ഞാൻ പെട്ടെന്ന് റിലേറ്റ് നമ്മുടെ ചെയ്യാം. നമുക്ക് ചെറുപ്പക്കാരെ റിലേറ്റ് ചെയ്തൊരു കുറിച്ച് കാര്യം പറയാം. നമുക്കൊരു ഹിറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷപ്പില്ലേ? ആ. നമുക്കത് കിട്ടാത്തോണ്ടാ. മനസ്സിലായോ? ഇപ്പൊ വെറുതെ കിട്ടിക്കൊണ്ടിരുന്നാലോ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. എനിക്കിടക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഇടക്ക് ഹിറ്റൊക്കെ ഏതാടാ അതല്ല ഞാൻ അപ്പൊ, പറഞ്ഞത്. ഇപ്പൊ ഇതാണ് മനസ്സിലാവുന്നില്ല, മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ ആഗ്രഹമുണ്ടെന്ന് പറയും. പക്ഷെ നമ്മള് എന്താ പറയാ, പുതിയ പാർട്ടി തുടങ്ങുമോ? അല്ലാതെ ഇല്ല. മെനക്കെടാൻ ഇതിൽ തന്നെ കയറി എങ്ങനെ പറ്റാതെ നോക്കൂ. സിനിമയിലോ? അല്ല, സിനിമയിൽ കൂടെ അല്ലേ ഉള്ളതിൽ തന്നെ പുതിയതൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ചെലവാണ്. സിനിമയിൽ അല്ല, ഞായറാഴ്ച അവധി അതൊന്നും കൊടുക്കണം. പ്രാക്ടിക്കലി സിനിമയിൽ ഞായറാഴ്ച അവധി വരണം. അവധിയാണ്. അത് സിനിമയിൽ ഉണ്ണിയേട്ടൻ ഞായറാഴ്ച വിചാരിച്ചാൽ അവധി നടക്കും. ദേ ഇപ്പൊ നടക്കുള്ളൂ. ഇത് റിലീസ് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കൂറാക്കി, അത് തന്നെ വലിയ കാര്യം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അത് ഞായറാഴ്ച അത് അവധി ഭയങ്കര കൊടുക്കണം. കാര്യമാണ്. അവധി വേണമെന്ന് പറയുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ അവധി അതിനേക്കാൾ നല്ല തമിഴിലും തെലുങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാൽ അവധി കൂടുതൽ വേണ്ട, കിട്ടും. നമുക്ക് മലയാളം മതി. പക്ഷെ മലയാളത്തിൽ ഞായറാഴ്ച അവധി കൂടി കിട്ടിയാൽ കുറച്ച് അതാണ് അപ്പൊ ഹാപ്പിനെസ് കൂടി. ഓ, ഈ ഇതാണ് happiness നമുക്ക് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുക ഇതാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ ഒരു ആവശ്യം പറ, അത് ഞാൻ നടത്തി തരാൻ പറ്റുമെന്ന് പറയാം. ഒരു ആവശ്യം ഹിറ്റ് ഹിറ്റ്. അത് മാത്രം അവരെ കൊണ്ട് നടത്തി തരാൻ പറ്റില്ല. അല്ലെ, അത് എന്റെ- മുഖ്യമന്ത്രി അല്ല, വിചാരിച്ചാലും എന്റെ ഈ പ്രതിച്ഛായ ഒന്ന് മാറ്റണം എന്നുണ്ട് എനിക്ക്. എന്റെ അത് ഇപ്പൊ ഉള്ളൊരു പ്രതിച്ഛായ. നല്ല ചായ അല്ലേ? ഞാൻ സംവിധാനത്തിലേക്ക് actually നീ കടക്കണം. ദുബായ്ക്കോ ലിബിയൊക്കെ വിട്ടോ. എന്താ സാർ സംവിധാനത്തിലേക്ക് അടുത്ത പടം അങ്ങ് ചെയ്താലോ? ആ യെസ്, ഹിറ്റ് ഹിറ്റ്. ഒരു പടം അടുത്ത സംവിധാനം. പടത്തിൽ 3 നായകന്മാരാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതപ്പോ അതില് ഈ കട്ട് ഈ ഇന്റർവ്യൂല് കട്ട്. നിങ്ങൾ 3 പേരെ ഡേറ്റ് തന്നാൽ തന്നെ എന്റെ പ്രതിച്ഛായ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഡേറ്റ് പിന്നെ ചോദിക്കണ്ട. ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, ഇന്നും തൊട്ടി കറുത്ത ഷർട്ട് എത്ര ഉണ്ട്? ഞാനിട്ടാരെ കൊണ്ടായിരിക്കും. ഒരെണ്ണം ഇട്ടു, അതങ്ങ് സെറ്റ് ആയില്ല. അപ്പൊ തൊപ്പി തൊപ്പി ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് ഇത്? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി കുറെ. തൊപ്പിയാണോ? തൊപ്പി കുറച്ചുണ്ട്. നീരജിനോട് നമ്മൾ ഷൂ വണ്ടി വെച്ച പോലെ എണ്ണി വന്നപ്പോ 700 ഷൂ എന്തോ ഉണ്ട്. ആണോ? 70 80 അത് 700 സോറി 80. ഇന്നലെ ഒരു മാനസികമായ ഒരു പ്രശ്നമല്ലേ 700 എന്നൊക്കെ പറയുന്നത്? അല്ല, ചിലപ്പോ ഇപ്പൊ 700 ആയി കാണും. അന്ന് കപ്പേരി നീരജിന് 700 ഇന്നലെ അല്ല, അതാ ഞാൻ നീരജിന് ചോദിക്കുന്നത്. വീഡിയോ കോൾ കാണണം ഞങ്ങൾ മറ്റേ സെറ്റിൽ നിന്ന്. അല്ല, അത് അവന്റെ നീരജിന്റെ വീഡിയോ കോൾ നേരത്തെ പറഞ്ഞ ശ്രീനാഥ് ബാസി. ഹാപ്പിനെസ്. happiness. ആ ശ്രീനാഥ് ബാസി ഈ പറഞ്ഞ അവനിൽ അതിൽ ഹാപ്പിനെസ് അല്ല, അവർ രണ്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതെ ഷൂവിലാണ് പുള്ളിക്ക് വേണമെങ്കിൽ അത് അതിന് വേണമെങ്കിൽ അതിന്റെ ഇമ്പോർട്ട് ടാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. അപ്പൊ നീരജ് ഹാപ്പി. അതെ അതെ. ദിസ് ഇസ് ദ പോയിന്റ്. ഇനി ഞാൻ ചോദിക്കുന്ന എന്റെ സംശയം, നിങ്ങൾ ഒരുപാട് പീസ് ഇസ് എ ന്യൂസ് ലക്ഷറി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങേണ്ടതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും പ്രോസസ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആക്ച്വലി? വെച്ചുകഴിഞ്ഞാൽ ഇനി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ അയ്യോ, അങ്ങനെ ഒന്നും അങ്ങനെ ഇഷ്ടങ്ങളുണ്ട്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഫ്ലൈറ്റ് എന്താ ഒരു കുഴപ്പമില്ല അല്ലേ? അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഈ process അടുത്തൊരു ചെയ്യണം? സുഹൃത്ത് ഒരു ഫാം ഹൗസ് വേണം ഭയങ്കര ആഗ്രഹം. Farm house. സൽമാൻ ഖാന്റെ ഫാം ഹൗസ് കുറച്ച് ഏരിയ, കുറെ എന്നിട്ട് അവിടെ തന്നെ പരിപാടിയും ഷൂട്ടിങ് സാധനങ്ങളും എല്ലാവരും എല്ലാം അവിടെ അവിടെ തന്നെ. അവിടെ തന്നെ നമ്മളൊരു ഇത് Studio. Studio. അവിടെ തന്നെ ഡബിങ് എല്ലാം അവിടെ അവിടെ തന്നെ. തന്നെ. ആ, അവിടെ. അങ്ങനെ ഫാം ഹൗസിലേക്ക് എല്ലാവരും എല്ലാവരും വരിക, ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ല് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ഹാപ്പിനെസ് ഇത് മുഖ്യമന്ത്രി സാധിപ്പിച്ചു. ഇത് ഞാൻ സ്ഥലം നോക്കി അതിന് വേണ്ടി വേണമെങ്കിൽ ഇത് ഇത് സെറ്റ് ചെയ്ത് തരാം അല്ലേ? പിന്നെ അതല്ലേ ശരിക്കും നമുക്ക് നാട്ടിൽ ഒരു നല്ല വലിയ സ്റ്റുഡിയോയുടെ ആവശ്യം. എനിക്കിപ്പോ കേരളത്തിൽ ശരിക്കും ഒരു നിന്നെ സിനിമയ്ക്ക് മുഖ്യമന്ത്രി നമുക്ക് ആക്കണം try ചെയ്യാം. തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പൊ ഇവിടുത്തെ ചിത്രാഞ്ജലി പോലത്തെ സെറ്റപ്പ് ഒക്കെ ഇപ്പം തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് SFDCന് താഴെ വരുന്ന അതൊക്കെ കൂടുതൽ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി. കാരണം ഇവിടെ അല്ല, അതിന്റെ സാധ്യതകൾ രാമോജി പോലെയോ? പരിശോധിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ അതിലേക്ക് പൈസ ഇട്ടിട്ടാണോ നമ്മൾ അത് വലുതാക്കുന്നത്, അല്ല നമ്മൾ വേറൊരു സ്പേസിൽ വേറൊരു ലെവലിൽ ഒരു പരിപാടിയാണ് ട്രൈ ചെയ്യേണ്ടത്. അത് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണോ അതോ ഗവൺമെന്റ് തന്നെ സ്റ്റുഡിയോ അത് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യണം തന്നെയാണ്. അതെ അതെ. അത് കുറച്ച് നമ്മൾക്ക് എപ്പോഴും നമ്മൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം എന്താ, കുറച്ചൊരു തണുപ്പൊക്കെ ഉള്ള ഒരു പ്രദേശത്ത്, ചൂടധികം ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും. ഈ നിവിൻ പറഞ്ഞ ആഗ്രഹം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്പേസിലേക്ക് വേണം നമ്മളത്, മലയോര പ്രദേശം, ഹിൽ സ്റ്റേഷനിലൊക്കെ ഒരു സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ. അണ്ട ഞാനിപ്പോ മുഖ്യമന്ത്രി ഒരു മൂഡ് കിട്ടുള്ളത് ഇതാണ് ഞാൻ ആൾക്കാർക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങളൊരു മുഖ്യമന്ത്രി അതാണ്. ഞങ്ങളാക്കും. ആദ്യം എന്താണ് പാർട്ടിയുടെ ഷറഫ് എന്ന് പറഞ്ഞ നടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? സീരിയസ് ആക്കി അല്ലല്ലോ, ഒന്നും അറിയാന് ഇഷ്ടപ്പെട്ട എനിക്ക് എന്നിൽ അല്ല അതിനേക്കാളും നല്ല നിങ്ങൾക്ക് ഷറഫിൽ ഇഷ്ടമുള്ള ഒരുപാട് കാര്യം. അഭിനയം, എനിക്ക് അഭിനയം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ നടനിൽ എന്താ? അല്ലാതെ ഞാൻ അധികം അങ്ങനെ ഇപ്പൊ എന്താ പറയാ, നമ്മളങ്ങനെ ഒന്ന് രണ്ട് സിനിമ ചെയ്തു.
എനിക്ക് അഭിനയം തന്നെയാണ്. പക്ഷെ സ്വയം ഒരാൾക്ക് ഈ കാര്യത്തിൽ ഞാൻ കൊള്ളാം എന്ന് തോന്നുന്നത്, ബാളിയൻ എന്താ തോന്നുന്നത്? എങ്ങനെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ സ്വയം അങ്ങനെ തോന്നുക ആരോട് പറയണ്ട അല്ല, അങ്ങനെ തോന്നുന്നു. തോന്നല് നമ്മള് പിടിച്ച് പോവാ. അത് ഈ അടുത്ത് സർവമയുണ്ട്, എനിക്ക് മെസ്സേജ് എനിക്ക് സർവമായ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് നിവിൻ രാത്രി ഒരു മെസ്സേജ്, ഞാൻ വേറെ സ്ഥലത്തേക്ക്, അപ്പോൾ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടല്ലേ. ശരിക്കും ലാലേട്ടൻ ശ്രീസാറുള്ളൂ. അത് വായിച്ചിട്ട് കുറെ ചിരിച്ച്, നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടി. ഇവൻ വേറെ രീതിയായിരുന്നു കേട്ടോ ആ പടത്തിൽ വന്നിട്ട്. എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് ഇത് വേണം, ഈ ടൈപ്പ് വേണം, ഓപ്ഷൻസ്. അതായത് ഒരു കാര്യം തന്നെ ഒരു 7 രീതിയിൽ അഭിനയിച്ച് കാണിക്കുക, പല ഇമോഷൻസിലും. 2 ഡയറക്ടർ ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. നമ്മളൊക്കെ ഒരെണ്ണം വെച്ച് സൈഡിലിരിക്കണം, അങ്ങനെ ജീവൻ ഇച്ചിരി ഓവറാവും. ഇല്ല, ആ രീതി ആള് ഭയങ്കരമായിട്ട്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. സർവ്വമായാലും നല്ല നല്ല റോളായിരുന്നു. അളിയൻ എന്താ അങ്ങനെ തോന്നിയിട്ടുള്ളത്? സ്വയം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി, ഇല്ലായ്മ? കുറേ ഉണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. പയ്യെ ഇമ്പ്രൂവ് ആവുമായിരിക്കും. കുറെ ഉണ്ട്. ലോഡ്. വർക്കിംഗ് വിത്ത് ഉണ്ണിയേട്ടൻ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? കാരണം കോടതി സമക്ഷം പറഞ്ഞു ഭയങ്കര രസമായിരുന്നു. ഹാപ്പി ഗോ ലക്കി. ഇവിടെ കിട്ടിയോ? അല്ലെങ്കിൽ ഇത് ഭയങ്കര കുറെ സീരിയസ് പടം, അവസ്ഥയുണ്ട്. പക്ഷെ എന്താ പറയാ, പിന്നെ ഇപ്പൊ അജു നേരത്തെ പറഞ്ഞ പോലെ കോടതി സംശയത്തിലൊക്കെ സാർ ഭയങ്കര ദിലീപേണ്ണും ഉണ്ണി സാർ കട്ടൊക്കെയാണ് കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്നത് സാർ. പക്ഷെ ഇത് കുറച്ചും കൂടി ഇതിന്റെ ഇതില് സിനിമയുടെ സ്വഭാവം എഫക്ട് ചെയ്യും. അത് ശരിക്കും സിനിമയുടെ സ്വഭാവം അത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് നടക്കുന്നതല്ല, നമുക്ക് ആ സിനിമയുടെ ഒരു മൂഡിലേക്ക് നമ്മൾ കുറച്ചെങ്കിലും. ഒരു കൊലപാതകം നടക്കുന്ന സീൻ ചുരുളി സിനിമയുടെ സെറ്റിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് മകനെ എന്ന് പറയില്ല, ഇല്ലല്ലോ. അവർ പെട്ടെന്ന് പറയണം എന്തോ ചേർത്തിട്ട് മോനെ എന്ന് വിളിക്കും. ആ ഒരു അപ്പൊ ആ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ സാറ് ഈ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പം നിവിൻ ആദ്യമായിട്ട് അപ്പം ആളുടെ സിനിമകൾ കണ്ടിട്ടുള്ള എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം പുള്ളി എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സെറ്റിൽ നിന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം ക്യാമറ അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ എടുക്കുന്നത്, പിന്നെ ഒരുപാട് ഷോർട്സ് എടുക്കും. അത് അവിടെ എല്ലാവരും ചെയ്യുന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോകുന്ന അത് വേറൊന്നുമല്ല. അത് മണിമല ഇന്റർവ്യൂല് പറഞ്ഞു, സ്റ്റേജിൽ പറഞ്ഞു, ലോഞ്ചിൽ പറഞ്ഞു. അപ്പൊ ഉണ്ണി സാർ ഇതാണ്, അത് ആക്ച്വലി ഭയങ്കര രസമാണ്. ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഉണ്ണി സാർ നെക്സ്റ്റ് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി ചേർന്ന് എഴുന്നേക്കുന്നത് അടുത്തത് ഉന്നം വെച്ചിട്ട് വരുന്ന ഒരു മൂഡിലായിരിക്കും വരുന്നത്. അപ്പൊ എല്ലാവരും ഇതിന്റെ അകത്ത് ഞാനുണ്ടോ എന്നുള്ളതായിരിക്കും ആർട്ടിസ്റ്റ് വരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റേ ആ പുള്ളി പറഞ്ഞ കേട്ടോ എന്റെ, അപ്പൊ മറ്റേ നമ്മുടെ പ്രൊഡക്ഷനിൽ ചേട്ടന്മാര് ചായ ചേട്ടാ കോഫി വേണോ ചായ വേണോ, ചായ ചേട്ടൻ വരുന്ന പോലെ അങ്ങനെയാണ്. ഇത് കണ്ടിട്ട് അടുത്ത പടത്തിൽ തൂക്കു തോന്നുന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് സാറിനോട് മുമ്പ് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ക്വാളിറ്റിയിലാണ് പടം എടുക്കാൻ വേണ്ടി സാറ് ശ്രമിച്ചിട്ടുള്ളത്. ചില സീൻസൊക്കെ ഒരുപാട് സമയം എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരുപാട് ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്ത് മനസ്സിലാവില്ല ഈ സീൻ എങ്ങനെയാണ് എൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലാവില്ല. ഒരുപാട് ഷോട്ട്സ് എടുക്കും, ഒരു കൈയുടെ ഷോട്ട്, കണ്ണിൻ്റെ ഷോട്ട്, അങ്ങനെ ഒരുപാട് ഷോട്ട്സ് എടുക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഇത് എങ്ങനെയാണ് ഔട്ട് വരിക എന്നുള്ളത്. പക്ഷേ സാറിൻ്റെ മനസ്സിൽ കറക്റ്റ് ഒരു എഡിറ്റ് പാറ്റേൺ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് മോനെ വന്ന് കാണുന്നു പറയും. കാണുമ്പോൾ ഒരു രസമുണ്ട്, ഒരു മൂടുണ്ടോ. അപ്പോൾ സമയം പോകുന്നുണ്ടെങ്കിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുതെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചും അതിന് ഭയങ്കര ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാൻ ചില സമയത്ത് പറയും സാർ, ഇപ്പോൾ നമുക്ക് ഷൂട്ട് തീരണമെങ്കിൽ നമുക്ക് വിത്തൗട്ട് ബ്രേക്ക് വേണമെങ്കിൽ പോവാം, കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ തരാം. സാർ ഇല്ലില്ല, ഇവിടെ മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഏജ് പ്രശ്നങ്ങളുള്ളവരുണ്ട്, അപ്പോൾ അവരുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണ്ടേ. കൃത്യം 1:30 ബ്രേക്കാണ്. അപ്പോൾ അവിടെ യൂണിറ്റിലും ആക്ടേഴ്സ് ആണെങ്കിലും യൂണിറ്റിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും കാര്യം ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് 6000 പേര് ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും ഉള്ള ഒരു സിറ്റുവേഷനൊക്കെ
സാറും സാറിൻ്റെ കൂടെ ഉള്ളവരും സാറിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നവരെല്ലാവരും ചെന്ന് വലിയൊരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 1000 ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള സീനിലാണ് സിനിമ പോയിരിക്കുന്നത്. റിച്ച് ഫ്രെയിംസ്. അങ്ങനെ പറയേണ്ട സിനിമയാണ് അതൊരു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി സിനിമ എന്ന് പറയുമ്പോഴും ഇത് വലിയ സിനിമയാണ്, ഭയങ്കര വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിൽ പറഞ്ഞിരിക്കുന്ന സിനിമ. അത് ഒരു സ്ഥലത്തും ഇത് ഇതായിട്ടില്ല. ഞാനൊക്കെ എന്നാന്നറിയൂ, ആളെ കണ്ടു നോക്കണം. ഏതാ വണ്ടി? കാറ് നമ്മള് റോൾസ് റോൾസ് അത് പറഞ്ഞൊരു പരിപാടി ഇല്ല അല്ലേ? ഏതെങ്കിലും റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് താങ്കൾക്ക് എന്തുകൊണ്ട്? അത് ഞാൻ എൻ്റെ അടുത്ത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ചിലരുടെ പേര് ചോദിച്ചു. എൻ്റെ അടുത്ത് സാർ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അങ്ങനെ റെഫറൻസ് ഒക്കെ എടുക്കും, കാരണം ഇദ്ദേഹം എടുക്കുന്ന എനിക്ക് പല നടന്മാർ, ഞാൻ നടന്മാരിൽ നിന്ന് എടുക്കുന്നത്, നേരിട്ട് അടിക്കുന്നത്. പിന്നെ കോപ്പി അടിച്ച് ചെയ്യുമല്ലേ ജയതിച്ചേട്ടൻ, മിക്കവരും. ഉറുശേച്ചി, ഓ പെണ്ണുങ്ങളിൽ നിന്ന് അടിച്ച പെട്ടെന്ന് അറിയില്ല. അത് കൊള്ളാം, അതൊരു നല്ല വിവരമാണ്. ലാൽ സാറ് നമ്മളൊക്കെ അടിക്കില്ലേ? നമ്മളോ? ഇല്ലേ? നിങ്ങൾക്ക് സാധിക്കും. ഫേവറേറ്റ് നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റേ അഴകിയ രാമനിൽ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെന്തെങ്കിലും അത് ഇങ്ങനെ ഇരിക്കില്ലേ? തിരിച്ച് പോയി പിന്നെയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംവിധായകരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയല്ലേ ഭയങ്കര രസകരമായ സെറ്റ് ആയിരുന്നു, അവര് സമ്മതിച്ചാ? അല്ല, എനിക്ക് എന്താ പറയാ, എനിക്ക് കംഫർട്ട് സോൺ. വിനീതിന്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കുറെ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും ഇതിലൂടെ. ഇല്ല, പക്ഷെ പുള്ളി ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണല്ലോ. പുള്ളി ഇനി സിനിമകൾ അഭിനയിക്കുക, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ളൂ ഡയറക്ഷൻ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര ആഗ്രഹമുണ്ട്. അൽഫോൺസിന്റെ കൂടെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് മനസ്സിലൊരു ആഗ്രഹമാണ് ഇവരുടെ രണ്ടുപേരും കൂടി ഇനി പടം. എനിക്ക് ഇപ്പൊ പറഞ്ഞ അൽഫോൺസിന്റെ കൂടെ ഉള്ള സിനിമ നമ്മളെങ്ങനെ തളിക്കണം. വിനീതിന്റെ സിനിമയിൽ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സിനിമ ഭയങ്കര വർഷങ്ങൾക്ക് ശേഷത്തിലും പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഇത് എത്ര നാളാളിയാ കൊണ്ടുവന്നത്? അതിലേക്ക് എത്തിയനല്ലേ ഭീഷണി വരെ മുഴക്കി. ഞാൻ നാളെ ഷറഫിനെ കൊണ്ടുവരും അല്ലേ? ശരി, ഓ എന്നെ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴേ സാധനം വരും. അടിപൊളി. അല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വിനീത് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ആ മൊമെന്റ് കണ്ടിട്ടുണ്ട്. നിവിനോട് വിനീത് പാലസിലാണ്, ആലുവ പാലസിലാണ്, ഓർമ്മയുണ്ടാവാൻ. അപ്പം ഞങ്ങള് ഇവരുടെ അന്നത്തെ ലാസ്റ്റ് ഫൈനൽ 20 പേരെ ഓഡിഷൻ ചെയ്തിട്ട് ലാസ്റ്റ് 5 പേര് ആരാണെന്നുള്ളത് നാളെ വിനീത് പറയും. നാളെ പറയോ അല്ലെ നാളെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം അതിന്റെ തലേ ദിവസം ഞങ്ങള് പാലസിലാണല്ലോ നമ്മൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം നിവിൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വിനീത് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോഴാണ് വിനീത് ഇറങ്ങി വന്നിട്ട് മറ്റേ എന്താ പറയുക, ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് ഹലോ എന്ന് പറഞ്ഞ് വിനീത് പുറത്തിറങ്ങി വന്നിട്ട് നിവിന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും മനസ്സിൽ ഇട്ട് കൂട്ടുകയാണ്, ഓക്കെ ഇവനിത് കിട്ടുവാണെന്നുള്ളത്. അതാണ് ആ മോനെ നിനക്ക് ഓർമ്മേണ്ടത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു കൂടെയുള്ള കൂട്ടുകാരൻ നന്നാകുമ്പോ അസൂയ, എവിടെയെങ്കിലും ഒരു ദേഷ്യമോ വിഷമോ സങ്കടമോ അല്ലെങ്കിൽ നന്നായി പോട്ടെ നശിച്ചു പോട്ടെ എന്നാണോ? എന്തായിരിക്കും സത്യം? കാരണം നമ്മള് സിനിമ ഭയങ്കര ദൂരാണ് നമ്മളെ സംബന്ധിച്ച സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ കൂട്ടുകാരെ എപ്പോഴും കൂട്ടുകാരൻ നമ്മളെക്കാളും വലുതായി നമുക്ക് സഹിക്കൂല എന്ന് പറയും. അല്ല, ഞാൻ പറയണത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദൂരത്താണ് സിനിമ, അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്താൻ ഭയങ്കര പാടല്ലേ. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഫസ്റ്റ് ഇതായിട്ട് നിവിൻ ആ സിനിമയിൽ, ഇപ്പൊ നിവിൻ ഞാൻ പറഞ്ഞ പോലെ നിവിൻ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ എന്റെ ക്യാരക്ടറല്ല പോയത്. പക്ഷെ നിവിൻ അതിലേക്ക് കയറിയാൽ ഞങ്ങൾക്കും പുറകെ പോകാം എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. അതാണ് ഒരാളെ അതിന്റെ അകത്ത് കയറ്റിയിട്ടിട്ട് വേണമല്ലോ നമ്മൾ ബാക്കിയുള്ള പരിപാടി ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ നിവിൻ അത് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു പാലസിന്റെ ഫ്രണ്ടിൽ. നിവിന് വണ്ടി ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഈ സിനിമ അല്ലാതെ ഇപ്പൊ അജിത് സാറിനെ കൊള്ള പോലെ വേറെ നിങ്ങൾക്ക് ക്രേസ് ഉള്ള ഏരിയ ഉണ്ടോ? ഈ ബിസിനസ് സ്റ്റാർട്ടപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ സ്റ്റാർട്ടപ്സിലൊക്കെ? ഇപ്പൊ ഒരു തിയേറ്റർ ചെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു ബ്രാൻഡിൽ? അത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് വേണ്ട പരിപാടിയാണ്.
എന്നാലും നല്ലൊരു അപ്പൊ അസോസിയേഷൻ. അത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ ഇതിനകത്ത്? ചായക്കട വല്ല വേണോ? ചെറിയ ചെറിയ പരിപാടി, ചെറിയ 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 പരിപാടി. സ്റ്റാർട്ടപ്സ് നല്ല സ്റ്റാർട്ടപ്സ് ഉണ്ടോ? നല്ല ഐഡിയാസ്. അദ്ദേഹം ബിസിനസ് മാൻ ആണല്ലോ. ആണല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഈയിടെ ആയിട്ട് ഒരു ഇവന് മറ്റേ ട്രാവൽ കമ്പനി ഉണ്ട്, അതറിയോ? ഏത്? സ്വന്തമായിട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ്. പക്ഷെ നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഏഷണി പോലെ ഒരു പാര പോലെ ഒരാൾ വന്ന് താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ലായ്മ സംഭവിച്ചു. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. ആ സ്ഥലം എനിക്ക് അല്ല എടുത്ത് അല്ല അതെന്താ അല്ല ഞാൻ പറയുന്നത് അവിടെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പുതിയ ആള് വന്നു, അയാളെ കൂടി അഡ്ജസ്റ്റ്, അയാളെ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട്. അവരാണ് പ്രശ്നം. അവന്മാരെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ലാന്നുള്ളതാണ്. നീ നിന്നെ കുറിച്ച് അവനാണ് എനിക്ക് ആ സ്ഥലം എടുത്തു തന്നത്. പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്താണ് അല്ലെ, അതെ, കോളനിയിൽ അതെ. നെയ്ബേഴ്സ്. നിങ്ങൾ കാണാറുണ്ടോ, കണ്ടുമുട്ടാറുണ്ട്? പിന്നെ ഞാൻ റീലുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ വന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും. അതെ, ഒറിജിനൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരും. അത് മറ്റേ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഇല്ലേ ഇതിലൊന്നില്ലേ? അതെ. സംവിധാനം ചെയ്യാൻ പ്ലാൻ ആർക്കെങ്കിലും? ഇവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവനൊരു കഥയൊക്കെ എഴുതി റെഡി, നല്ല രസമുള്ള കഥയാണ്. പിന്നെ ആൾ മടി പിടിച്ചു പോയതാണ്. കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നമുക്ക് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ അടിപൊളിയും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ അൽഫോൺസിനോടൊക്കെ അളിയൻ അഭിപ്രായം പറയുന്ന ആളാ, പ്രേമൊക്കെ ചെയ്യുമ്പോ ഇത് ഷൂട്ട് ചെയ്യുക. അങ്ങനെ പറയാം. കണ്ടതിന്റെ അഭിപ്രായം പറയാം. ഓക്കെ ഓക്കെ. എഡിറ്റ് കാണിച്ചു അഭിപ്രായം പറയും. പിന്നെ ഡയലോഗ്സ്, മറ്റേ എന്താ പറയാ, സീൻ ഡയലോഗ്സ് ഒക്കെ അപ്പം ചെയ്തു. എന്റെയൊക്കെ സീൻസ് ഒക്കെ സമയത്തൊക്കെ അഭിപ്രായം പറയും, ഇത് വർക്കായില്ല എന്നൊക്കെ പറയാം. അത് ഇതൊക്കെ പുള്ളി ആ സ്പേസ് ഒക്കെ ഓപ്പൺ ആണ്. ഈ ആക്ഷൻ ഹീറോ ബിജു അല്ലാതെ ഏത് സിനിമ ഇനി ഒന്നുകൂടെ ആ ക്യാരക്ടർ ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം? നമ്മുടെ പടം ലവ് ആക്ഷൻ ഡ്രാമ ദിനേശനാവണം. നമ്മൾ അന്ന് പറഞ്ഞതാണ് അല്ലേ, അന്ന് എത്തിയതാണ്. ഡിയർ സ്റ്റുഡന്റിന്റെ ലൊക്കേഷൻ നയൻതാര മാഡം ഉണ്ട്, നിവിനുണ്ട്. അപ്പൊ അതിൽ ഞാൻ ചുമ്മാ ഒന്ന് പോയി, എന്തോ അന്ന് എന്നോട് ചിരിച്ച് പുള്ളിക്കാരിയൊക്കെ സംസാരിച്ചു കേട്ടോ, വാടകയൊക്കെ തന്നു. അപ്പോൾ കട്ട്ലറ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരിയും നിവിനും കൂടെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്താലോ. അപ്പം ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ശരിക്കും മാഡം ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അളിയാ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാ ചെയ്യാം, എന്നാൽ ധ്യാനെ വീഡിയോ കോൾ ചെയ്യാം. എടുത്തില്ലെന്നല്ല, ആ സമയം എനിക്ക് എന്തോ ഉറക്കത്തിൽ എന്തോ ഒരു ഇടുത്തി വീഴുന്ന പോലെ എന്തോ ഒരു സംഭവം, ആരും എന്നെ പറ്റി എന്തോ സംസാരിക്കുന്നത്, എന്റെ ജീവിതം നശിച്ചു പോകാൻ വീണ്ടും എന്തോ വലുത് വരാൻ പോകുന്ന ഒരു തോന്നൽ വരുമ്പോ കറക്റ്റ് കോള് ഇദ്ദേഹം ഫോൺ വിളിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മള് മറ്റേ വിളക്ക് കിടന്നു, ശരിയാവുന്നില്ല. അവന്റെ ട്രൂത്തില് അവിടെ എലി അദ്ദേഹത്തിന്റെ കോളും കണ്ടപ്പോ അടുത്ത മെസ്സേജാ, ഇവിടെ എല്ലാരും ഉണ്ടടാ, ഫോൺ എടുക്കടാ. അതോടെ ഓഫ് ചെയ്തു. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്താ സദാ, ഞാൻ എന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോ എന്നോട് മയൻസ് ചോദിച്ചു, ഞാൻ എന്താണ് അടുത്ത സിനിമ? ഞാൻ പറഞ്ഞു, ഈ സിനിമ ഒന്നുകൂടെ നന്നായി എടുക്കണം എന്നുണ്ട്. അവരടുത്ത വണ്ടിക്ക് പോകണ്ടോ? ഇതിന്റെ പ്രൊഡക്ഷൻ സാർ തന്നെയാണോ, ഉണ്ണി സാർ തന്നെയാണോ? സാറും ഗോപാലൻ സാറും. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമായിരുന്നു. സാരമില്ല. ഗോപാലൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്? ഇല്ല, അഭിനയിച്ചിട്ടില്ല. പക്ഷെ പ്രൊഡക്ഷൻ എല്ലാ സപ്പോർട്ടും. അതെ, മൂർത്തിച്ചേട്ടനും. ഈ വരുന്ന മാർച്ച് 26 തിയേറ്ററുകളിൽ പ്രതിച്ഛായത്തുന്നു. മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ നിവിന്റെ ഉണ്ട്, ബാലചന്ദ്രൻ മേനോൻ സർ, പിന്നെ നിശാന്ത് സാഗർ, നമ്മുടെ എന്താ പറയാ, വിഷ്ണു അഗസ്ത്യ, പിന്നെ റൈഫിൾ ക്ലബില് വിഷ്ണു അഗസ്ത്യ, ആനഗസ്റ്റ്, കുറെ പുതിയ ആൾക്കാർ. നീതു കൃഷ്ണ എന്ന് പറഞ്ഞ പുതിയ കുട്ടിയാണ് നായികയായിട്ട്, ഹീറോയിനായിട്ട്. പിന്നെ സബിത, സീനിയർ ആക്ടർ. മണിബൽ രാജ് ചേട്ടൻ, അതിശേഷം. ഈ നേരത്തെ ഉണർന്ന സ്ലീപ്പർ സെൽസ് ഒക്കെ ആക്റ്റീവ് ആണോ? അറിയില്ല. എന്താണത് സ്ലീപ്പർ സെൽസ്? ഇത് സർവമായൊക്കെ ഉണ്ടോ? ഭയങ്കര സിനിമ വർക്ക് ആവാന്നുള്ളതാണ് കാര്യം.
അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സിനിമ തിയേറ്ററിൽ വർക്കാവണം, ജനങ്ങൾക്ക് കണക്ട് ആവണം. കണക്റ്റായി ഓർഗാനിക്കായിട്ട് ഇതിനൊരു റീച്ച് വരും, അത് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കും, അത് തിയേറ്ററിക്കൽ വിജയമാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവിടെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അത് വർക്കായാൽ അവർ ഹാപ്പി ആയിരിക്കും. ഈ സിനിമ ശരിക്കും എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കുറച്ച് ധാരണകൾ തിരുത്തുമായിരിക്കും. എന്താ പറയാ, പിന്നെ ചിലപ്പോ നമുക്ക് തോന്നും അയ്യോ എന്ന് തോന്നുന്ന, ചിലപ്പോ സമൂഹത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്യും, വേണ്ടായിരുന്നു. ആ ഒരു സാധനം. എസ്പെഷ്യലി അലിഗേഷൻസ് ആണ് ഇപ്പൊ എല്ലാം നമ്മളെല്ലാത്തിനും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആൾക്കാരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ഭയങ്കര എളുപ്പമാണ്. ഒരു 2 ഫേക്ക് പ്രൊഫൈൽസ് മതി നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ. ആക്ച്വലി അങ്ങനെ പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ത്രില്ലർ സിനിമകളിൽ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരിക്കും ഇതിനു മുന്നേ കണ്ടതായിട്ടുള്ള സിനിമകളിൽ? കുറെ നാളായി ആക്ച്വലി ഇതിനൊരു പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലല്ല. നമ്മുടെ ഇവിടെ ശരിക്കും ഒരു കാലഘട്ടത്തിൽ ഇന്നത് അത്ര ഇല്ല. പഞ്ചവടി പാലം എനിക്ക് ജനാധിപത്യം ഭയങ്കര ഇഷ്ടം. ജനാധിപത്യം കുറെ ഉണ്ട് ആ സിനിമ. കഥ മാറി, അദ്ദേഹം പോലീസ് ഓഫീസറാണ്, പിന്നെ രാഷ്ട്രീയ അതെ അതെ. ആ സീരീസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഷാജി സാറിന്റെ സിനിമകൾ. അത് ഷാജി സാറാണോ? അത് മധുസാറിന്റെ. അതെന്തറിയോ, അദ്ദേഹം പോലീസ് ഓഫീസറാണ്, പിന്നെ CM ആയി മാറുന്നു. ഭൂമിയിലെ രാജാക്കന്മാർ. അങ്ങനെ പിന്നെ പണിക്കർ സാർ എഴുതിയേക്കുന്ന നമുക്കുണ്ട് പൊളിറ്റിക്കൽ സിനിമകൾ, ഡയറക്റ്റ് പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് പൊളിറ്റിക്സ്. അങ്ങനെ ആ സമയത്തുള്ള ഏതെങ്കിലും ഒരു സിനിമയിൽ അതിലെ നായകനാവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിച്ഛായ ചെയ്യുന്നതിന് നമ്മളൊരു ആലോചിക്കുമല്ലോ, ഇത് എനിക്ക് കിട്ടിയിരുന്ന ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നിയിരുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ സിനിമയാണ്. എനിക്ക് ഞാൻ പറയട്ടെ, കിങ്. തട്ടത്തിൻ മറയത്ത് ചെയ്യുമ്പോൾ നിവിനെ വെച്ചിട്ടൊരു രാഷ്ട്രീയ സിനിമ നമ്മൾ ഫോട്ടോ എനിക്ക് പ്രതിച്ഛായയുടെ ഒരു ഗെറ്റപ്പും ലുക്കും ഒക്കെ വന്നപ്പം തട്ടത്തിൻ മറയത്ത് ആദ്യമായിട്ട് കാണുന്നത് ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാൻ വേണ്ടി. എനിക്കറിയാം ആ പേര് ആരെങ്കിലും എടുത്താലും അത് മിഥുന്റെ പേര് തന്നെ കേട്ടോ. ഇത് കേട്ടാരും എടുക്കരുത്. അതുപോലെ അതിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് മിഥുൻ തന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ് അത്. എത്രയോ വർഷമായി. അതാണ് ഫസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്തു. അതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. തട്ടത്തിന് മറയത്ത് നിവിൻ നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളി നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞു. മൗര്യൻ നല്ലൊരു പരിപാടിയാണ്. പൊളിറ്റിക്സ്. എനിക്ക് രാജ്നീതി എന്ന് പറഞ്ഞ സിനിമ, രാജ്നീതി, രൺബീർ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നാനാ പടേക്കറുടെ ക്യാരക്ടറില്ലേ, ഭയങ്കര പൊളി ക്യാരക്ടറാണ്. അതുപോലത്തെ ക്യാരക്ടറൊക്കെ ചെയ്യാം നമ്മുടെ സിനിമയിൽ ഉണ്ട്. അങ്ങനെ കുറച്ച് അതുപോലത്തെ സ്വഭാവമുള്ള ടോണിലുണ്ട്. വിഷ്വൽ ക്യാരക്ടറല്ല, വിഷ്വൽ ടോണിൽ രാജ്നീതിക്കൊക്കെ വേറൊരു ടോൺ ഉണ്ട്. എന്തായാലും April 9 ഇലക്ഷനാണ്. വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. ഞാനില്ല, സ്ഥലത്തില്ല. അമ്മയുടെ ഇലക്ഷന് വോട്ട് ചെയ്തിരുന്നോ? ഇല്ല. അതെന്ത് പറ്റി? സ്ഥലത്തുണ്ടായില്ല. ഞാൻ വോട്ട് ചെയ്തു. ഇത് ഇങ്ങനെ ഇലക്ഷന് വോട്ട് ചെയ്യില്ല അമ്മയുടെ. അതുകൊണ്ടല്ല, ഇലക്ഷന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇല്ലാത്തൊരു ദിവസമാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്. കൊച്ചിയിലല്ല, അതുകൊണ്ട് ചെന്നൈ. അപ്പം ഇലക്ഷന് മുന്നേ പ്രതിച്ഛായ വരുന്നു. മാർച്ച് എല്ലാവരുടെയും നിങ്ങളുടെയും ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കട്ടെ. അത് ഇതിന്റെ ഭാഗമാണോ? അല്ല. അപ്പൊ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യണം. അതെ. എനിക്ക് തരാന്ന് പറഞ്ഞ ക്യാരക്ടർ അതെന്റെ ചേട്ടൻ എടുത്തോണ്ട് പോയി. അതെന്ത് പരിപാടിയാണ് നിങ്ങൾ ചേട്ടൻ? അല്ല, അതിന് പകരം ചേട്ടന്റെ സിനിമയിൽ നിങ്ങൾ ഇതാക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് വിനീതിനോട് പറയണം. അതെ, എന്റെ കഥാപാത്രം ഇപ്പൊ 1ഉം 2ഉം അല്ല പോയേക്കുന്നത്. തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഞാൻ അറിയുന്ന പോലുമല്ലോ ഇതൊക്കെ. അല്ല, അതെനിക്ക് മെസ്സേജ് ഉണ്ട്, ഷറഫിന്റെ ഞാൻ ചെയ്തോട്ടെ അങ്ങനെയാ. വിനീതായതൊന്നും
ആ പ്രിവിലേജ് അവ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, വിനീത തന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറ്റും. ചിലപ്പോൾ ഞാൻ ഇല്ലടാന്ന് പറഞ്ഞ മാറും. അല്ല ഇതില് മാറില്ല. യാത്രകളൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഹാപ്പിയാണ്. ഓ അത് ശരി. നമ്മൾ ചെന്നൈയിൽ വെച്ച് എയർപോർട്ടിൽ കണ്ടിരുന്നു. അപ്പൊ എന്നിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷൻ ഞങ്ങൾ ഒരുമിച്ചുണ്ട്, അത് പറയാൻ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാരും മറക്കാതെ ഈ വരുന്ന മാർച്ച് 26 പ്രതിച്ഛായക്ക് ടിക്കറ്റ് എടുക്കണം. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ വളരെ ജെന്യുവനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു സിനിമ പ്രൊമോഷൻ രീതി നമ്മളിതിൽ അവലംബിച്ചിട്ടില്ല. അവർക്ക് എന്താണോ അവരുടെ ക്യാരക്ടേഴ്സ് എന്താണോ അവർ കണ്ട സിനിമ എന്താണ് ജെന്യുവനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷണൽ സിനിമയാണ് പ്രതിച്ഛായ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് കണക്റ്റ് ആവുമെന്നുള്ള വിശ്വാസത്തിൽ സി യു ഫോർ മാർച്ച് 26. ഞങ്ങൾ പറഞ്ഞോട്ടെ ഇനി കുറച്ച് ബെറ്റർ ഞങ്ങൾ അഭിനയിച്ച പടമല്ലേ? അതെ അതെ അതുകൊണ്ട് പറ. പ്രതിച്ഛായ മാർച്ച് 26 റിലീസ് ആവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു ഫാമിലി സ്റ്റോറിയാണ്. ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കഥയാണ്. രാഷ്ട്രീയം ഇതിനൊരു ബാക്ക്ഡ്രോപ്പ് മാത്രമാണ്. എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ട്. രാഷ്ട്രീയക്കാരാണെങ്കിലും അത് സിനിമാക്കാരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും അവർക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്.